ഹായ് ആമി. എല്ലാവരുടെ കമൻസ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറ്റിയില്ല. അവിടെ ഒരു മരണം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ സ്റ്റോറി കണ്ടിട്ട് അഭിപ്രായം പറയാം. ഡി എണീക്കടി. തൊട്ടു പോവരുത് അവളെ. ഓ മോനെ, എൻ്റെ അടുത്ത് ശബ്ദം ഉയർത്താറായോ? എന്താ എന്താ ഇവിടെ ഒരു ശബ്ദം? അവൻ എൻ്റെ അടുത്താ ശബ്ദം ഉയർത്തുന്നത്. അല്ലേലും നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു നിൽക്കുന്നു തോന്നുന്നുണ്ടോ? ഡാ, പതുക്കെ സംസാരിക്കേ. നീ ആരാന്നാ നിന്റെ വിചാരം? ആരായാലും ഞാൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. സിത്തു, താൻ വാ. ഒന്ന് നിന്നെ. നിങ്ങൾ കഴിച്ചത് ഞങ്ങൾ ക്ലീൻ ചെയ്യണമെന്നാണോ? എന്ന് പറഞ്ഞില്ല. ഞങ്ങൾ കഴിച്ചത് ക്ലീൻ ചെയ്യാൻ ഞങ്ങൾക്കറിയാം. സിത്തു, താൻ വാ. അച്ചുവേട്ടാ, അവര് വിട്ടേക്ക് സിത്തു. ആഹാ, കെട്ടിയവനും കെട്ടിയവളും കൂടെ എന്താ പുറത്ത് വന്ന് നിൽക്കുന്ന? രതി വെച്ച് എന്താ ഇങ്ങോട്ട്? അച്ചുവേട്ടന്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടത്രേ. ഞാനത് പറയാൻ മറന്നു സിത്തു. അവൻ വിളിച്ചിരുന്നു. സാരമില്ല അച്ചുവേട്ടാ, അവരെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? വേറെന്തിനാ, തൻ്റെ റീത്ത് വെച്ച് കണ്ടിട്ട് പോവാൻ. മക്കളെ ചെന്ന് സംസാരിച്ചിട്ട് പോയോ? ചെല്ല്. ഹായ് രതിക. ഹായ്. മക്കൾ വന്നല്ലോ. പറയ് കേക്കട്ടെ, എന്താ അഭിപ്രായം? എനിക്കൊക്കെ അമ്മ. മോൾക്കോ? എനിക്ക് ഓക്കെയാ. മക്കള് വന്നൂലേ? എന്തായി അവിടുത്തെ കാര്യങ്ങള്? അത് ഉറപ്പിച്ചു മുത്തശ്ശി? രതിയേച്ചിക്ക് ഇഷ്ടായെന്നാ പറഞ്ഞേ. നല്ലത്. മുത്തശ്ശി, ഞങ്ങളിന്ന് ഈവനിങ് ഇറങ്ങാന്നാ വിചാരിക്കുന്നത്. മക്കള് പോകുന്ന മുന്നേ മുത്തശ്ശിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇങ്ങോട്ട് ഇരിക്ക് രണ്ടുപേരും. ഈ കാണുന്ന വീടും ഇതിന് ചുറ്റുള്ള മുഴുവൻ സ്ഥലവും നിന്റെ മൂത്ത കുട്ടിയുടെ പേരിലാ കിടക്കണേ. അതായത് സിദ്ദിഖയുടെ അച്ഛന്റെ പേരില്. നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ അത് മോളുടെ പേരിലാക്കാന്നാ ഞാൻ വിചാരിക്കുന്നത്. അതൊരിക്കലും നടക്കില്ല അമ്മ. അതെ, ഈ വീട്ടില് എനിക്കുണ്ട് അധികാരവും അവകാശമൊക്കെ. നിങ്ങളെക്കാളിലും എത്രയോ അധികാര അവകാശമുള്ളത് എന്റെ കുട്ടിക്ക് തന്നെയാ. വേണ്ട മുത്തശ്ശി. സിത്തു ഒരിക്കലും ഇതൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? എന്റെ കുട്ടിക്ക് അർഹതപ്പെട്ടതാ ഇതൊക്കെ. അറിയാം, ബട്ട് അതിൻ്റെ പേരിൽ ഇവരവളെ ഉപദ്രവിക്കില്ലെന്ന് ആര് കണ്ടു? എന്തുപദ്രവെന്നാ നീ പറയുന്നേ? അതെ, ഇത്രയും കാലം നിങ്ങൾ എങ്ങനെയാ അവളത്ത് പെരുമാറിയേ? ഇനി സ്വത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അവളെ എന്തും ചെയ്യാൻ മടിക്കില്ല. ആയിരിക്കും. കെട്ടിക്കഴിഞ്ഞ പെമ്പിളാര് കെട്ടിയോനെ വീട്ടിൽ നിൽക്കണ്ട, അല്ലാതെ കെട്ടിയോനും കൂട്ടി വന്ന് അച്ഛ വീട്ടി പൊറുക്കല്ല വേണ്ടത്. മോന്റെ ഭാര്യ വിളിച്ചുകൊണ്ട് പോക്കോ. എന്നിട്ട് അവിടെ ഉണ്ടല്ലോ സ്വത്തും കാര്യങ്ങളൊക്കെ, വീതിച്ചു കൊടുക്ക്. അതൊന്നും നിങ്ങൾ എൻ്റെ അടുത്ത് പറയണ്ട. പിന്നെ വീട് സ്ഥലവും മാത്രമല്ല, എനിക്കുള്ളതെല്ലാം അവൾക്ക് തന്നെയാണ്. എഴുതി കൊടുക്ക്. ഒരു കുഞ്ഞായിട്ട് ഇവിടെ തള്ള മരിച്ച പോലെ നിങ്ങൾക്കൊരു കുഞ്ഞായിട്ട് ഇവള് മരിക്കില്ലെന്ന് ആര് കണ്ടു? ഷാടാ പൈസേ, വായി വരുന്നത് എന്ന് വിളിച്ച് പറയാന്നാണോ? ഇതെന്റെ വീടാ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ സംസാരിക്കും.
മതി, നിർത്തിക്കോ. എനിക്ക് നിങ്ങളുടെ സ്വത്തും പണം ഒന്നും വേണ്ട. ഡേ, നീ ഞങ്ങളോട് തന്നെ, അതെ, നിങ്ങളോട് തന്നെയാ സംസാരിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞതും കാണിച്ചതും സഹിച്ചു നിന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ പേടി കൊണ്ടോ അല്ല. എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയതുകൊണ്ടാ. എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട, ഒന്നും. നിങ്ങളെനിക്ക് വന്ന ആലോചനകൾക്ക് മുടക്കിയെന്നല്ല പറഞ്ഞ്. അതിനെനിക്ക് നിങ്ങളോട് നന്ദി മാത്രമേ ഉള്ളൂ. അന്ന് നിങ്ങളത് മുടക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടില്ലായിരുന്നു. ഇളമയുടെ മകൻ എന്നെ ഏത് രീതിയിലാണ് കണ്ടിട്ടുള്ളതെന്ന് അവൻ വരുമ്പോ ഒന്ന് ചോദിച്ചു നോക്ക്. ഇതെല്ലാം സഹിച്ചു ക്ഷമിച്ചും ഞാനിവിടെ നിന്നത്, അതെല്ലാം ഓർക്കുമ്പോ പൊട്ടിയാ ഞാൻ വേറെ ഒരു പൊട്ടിപ്പെണ്ണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നതല്ലേ നിങ്ങളുടെയൊക്കെ പ്രശ്നം. ഇനി ഈ സ്ഥിതിക്ക് അങ്ങോട്ട് വരില്ല. നിങ്ങളെ രണ്ടിനെ ആരിങ്ങോട്ട് ക്ഷണിച്ചേ? ഇറങ്ങിപ്പോവാൻ. എന്റെ കുട്ടി ഇവിടുന്ന് പോയിക്കോ. എന്റെ കുട്ടി ഇവിടെ നിക്കണ്ട മോളെ. പോവാ മുത്തശ്ശി. കാണണമെന്ന് തോന്നുമ്പോ ഞാൻ വന്ന് കണ്ടോളാം. ഇങ്ങനെയൊക്കെയാണോ അവർ മോളോട് പെരുമാറുന്നേ? നീ ആയതുകൊണ്ടാ. ഞാനാണെങ്കിൽ കാരണം നോക്കി 2 പൊട്ടിച്ചേനെ. ഇനി അതിന്റെ പേരിൽ മോള് വിഷമിക്കണ്ട. ഇപ്പൊ തന്നെ ഫേസൊക്കെ വല്ലാണ്ടായിട്ടുണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞു. രണ്ടാളും വാ, ഫുഡ് കഴിച്ചിട്ട് കിടന്നോ. നോക്കി നിൽക്കാണ്ട് കെട്ടിയോളെ വിളിച്ചോണ്ട് വാജു. സിത്തു വാ. സിത്തു, അവിടെ നിന്ന് കരയാണ്ടിങ് വന്നി. നല്ല തണുപ്പുണ്ട്. അജുട്ടാ, ഞാൻ ആദ്യമായിട്ട് അവർക്ക് അങ്ങനെ പറഞ്ഞ് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയത് അജുട്ടാ. ഞാനങ്ങനെ പറഞ്ഞപ്പോ അവർക്ക് വിഷമമായി കാണുമല്ലേ അജുട്ടാ. താൻ ഇപ്പോഴല്ലായിരുന്നു അത് പറയേണ്ടത്. ഈ പറഞ്ഞത് ഒരുപാട് വൈകിപ്പോയി സിത്തു. അജുട്ടാ, ഞാൻ